നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കാൻ രാഷ്ട്രീയ പിൻബലമുള്ള സാമൂഹ്യ വിരുദ്ധർ ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. CCTV പരിശോധിച്ചാൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചതാരാണെന്ന് കണ്ടെത്താനാകുമെന്നും വിനോദ് കുമാർ. ഭ്രാന്തൻ നായയെ പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തി പൂക്കോട് ടൗണിലെ റേഷൻ കട ജീവനക്കാരി. പൂക്കോട് കെ ബിജിനെയാണ് മനോധൈര്യം കൊണ്ട് നായയെ കീഴ്പ്പെടുത്തിയത്. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കാൻ രാഷ്ട്രീയ പിൻബലമുള്ള സാമൂഹ്യ വിരുദ്ധർ ബോധപൂർവമായി ശ്രമം നടത്തുകയാണെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ. ബിജെപി നേതാക്കളായ TC മനോജ്, UT ജയന്തൻ, ഷമീർ ബാബു എന്നീ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. അടുത്തുള്ള CCTV പരിശോധിച്ചാൽ അക്രമികൾ ആരാണെന്ന് ബോധ്യമാകുമെന്നും വിനോദ് കുമാർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. BJP നേതാക്കളായ TC മനോജ്, UT ജയന്തൻ, ഷമീർ ബാബു എന്നീ സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകളാണ് കഴിഞ്ഞ ദിവസം രാത്രി സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. അടുത്തുള്ള CCTV പരിശോധിച്ചാൽ അക്രമികൾ ആരാണെന്ന് ബോധ്യമാകും. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാകുന്നത് വ്യാപിക്കാൻ ഇടയാക്കുമെന്നും വിനോദ് കുമാർ പറഞ്ഞു. പൂക്കോട് ടൗണിൽ ഭീതി പരത്തിയ അക്രമകാരിയായ ഭ്രാന്തൻ നായയെ പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തി റേഷൻ കട ജീവനക്കാരിയായ കെ ബിജിന. മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഭ്രാന്തൻ നായയെ കീഴ്പ്പെടുത്തിയത്. രണ്ടുപേരെ കടിച്ചു പരിക്കേൽപ്പിച്ച ശേഷമാണ് നായ പൂക്കോട് ടൗണിൽ നിന്നും 100 മീറ്ററോളം ദൂരത്തുള്ള റേഷൻ കട പരിസരത്ത് എത്തിയത്. പൂക്കോട് ടൗണിൽ ഭീതി പരത്തിയ അക്രമകാരിയായ ഭ്രാന്തൻ നായയെ പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തി റേഷൻ കട ജീവനക്കാരിയായ കെ ബിജിന. മനോധൈര്യം കൊണ്ട് മാത്രമാണ് ഭ്രാന്തൻ നായയെ കീഴ്പ്പെടുത്തിയത്. രണ്ടുപേരെ കടിച്ചു പരിക്കേൽപ്പിച്ച ശേഷമാണ് നായ പൂക്കോട് ടൗണിൽ നിന്നും 100 മീറ്ററോളം ദൂരത്തുള്ള റേഷൻ കട പരിസരത്ത് എത്തുന്നത്. വിവരമറിഞ്ഞ് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകാനെത്തിയ ആശാവർക്കർ സൗമ്യ നായ പിറകെ എത്തിയതോടെ പേടിച്ച് റേഷൻ കടക്കുള്ളിൽ കയറി. ഈ വിവരങ്ങളൊന്നും അറിയാതെ റോഡിലേക്ക് എത്തിയ സൗമ്യയുടെ അച്ഛന്റെ സഹോദരി ശാന്തയെ നായ ആക്രമിക്കാനെത്തി. അവരെ നായ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ സൗമ്യയും വിജിനയും ചേർന്ന് പ്രതിരോധിച്ചു. ഈ പ്രതിരോധത്തിനിടയിലാണ് സൗമ്യയുടെ കൈക്ക് കടിയേറ്റത്. ഇതേ തുടർന്ന് സൗമ്യക്ക് നേരെ തിരിഞ്ഞ നായ അവർക്കൊപ്പം തന്നെ റേഷൻ കടക്കുള്ളിലേക്ക് കയറുകയായിരുന്നു. റേഷൻ കട ജീവനക്കാരിയായ വിജനയും ഈ സമയം കടയ്ക്കുള്ളിലുണ്ടായിരുന്നു. കടയ്ക്കുള്ളിൽ 1 ഇഞ്ച് സ്ഥലം പോലും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സൗമ്യയെ ആക്രമിക്കാൻ വന്ന നായയെ വിജന പിറകിലൂടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കടയ്ക്ക് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഇങ്ങനെ ഭ്രാന്തൻ നായ ഉണ്ടെന്ന് പറയേണ്ടിട്ട് വന്നതേനു. പക്ഷെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കന്നെ അവളെ വേക്കിൽ നായ എത്തിനേനു. അപ്പോൾ ഓൾ ഓടി റേഷൻ കടയിൽ കയറി ആദ്യം ശാന്തേച്ചിനെ കടിക്കാൻ നോക്കിയ, പക്ഷേ ശാന്തേച്ചിൻ്റെ സാരിമലായതുകൊണ്ട് നായ്ക്ക് പിടുത്തം കിട്ടിയില്ല. അപ്പോൾ സൗമ്യനെ കൊള്ള വന്ന് സൗമ്യ കൈ വീശി തരാന്ന് കൈക്ക് കടിച്ചത്. അപ്പോൾ കൈയും വീശിയോൾ പിന്നെയും പുറകോട്ട് വേക്കോട്ട് വന്ന് ഈടി എത്തിയാൽ പിന്നെ ഒക്കെ എങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. നായി ഓളക്കന്നെ കടിക്കാൻ നോക്കിയാൽ ഞാൻ വേക്കുന്ന് കഴുത്ത് പിടിച്ചതാണ്. കഴുത്ത് പിടിച്ച് റോഡിലേക്ക് എറിഞ്ഞിനെ അപ്പാടും. എന്നിട്ട് ഡോർ അടച്ച് കളഞ്ഞ്. ഒന്നുമില്ല, നമ്മളെ രാജ്യത്തുള്ള കുട്ടിയത്. പിന്നെ അന്നേരം അങ്ങനെ തോന്നി. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് വേറൊന്നും പറ്റില്ല. വിജനയുടെ ഈ സംയോജിതമായ ഇടപെടൽ കാരണം സൗമ്യക്ക് വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചു. ഇന്നലെ ടൗണിൽ നിന്ന് ഇങ്ങനെ ഫോൺ വന്നതാണ് എനിക്ക്. ഭ്രാന്തൻ നായുണ്ട്, ഒന്ന് അവിടെയെല്ലാം ഒന്ന് പറയണം, ഒരു കറുത്ത നായയാണ്, അപ്പോൾ ഇങ്ങോട്ടെല്ലാം വരാൻ സാധ്യതയുണ്ട്, നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അവിടെ മില്ലാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് മിഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരോടും പറഞ്ഞു ഓരോട് കാര്യം പറയാമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് പറയുന്നതാണ്. ഇങ്ങനെ വിജിനേച്ചി ഇങ്ങനെ നായുണ്ട്, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കടേൻ്റെ ഇത് പൂട്ടിയിടണം എന്നെല്ലാം പറയാൻ പോകുമ്പോഴത്തേലും എൻ്റെ പിറകിൽ നായ ഉണ്ടായിരുന്നു. ഞാൻ ഓടി റേഷൻ കടേൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. അപ്പോൾ എന്നെ കടിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മൂത്ത ഇറങ്ങി റോഡിലേക്ക് വന്ന് അപ്പോൾ ഓറ നായി കടിക്കാൻ നോക്കിയപ്പോൾ ഓറും ഈ റേഷൻ കടേൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓടി വന്ന്. അപ്പോൾ ഈ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്നിട്ട് ഓറിങ്ങനെ ചാക്കോണ്ട് ആ നായി കടിക്കുന്നതിനെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചാക്കെടുത്തിട്ട് അതിനെ അതുപോലെ അടിക്കാൻ ശ്രമിച്ച്. അപ്പാണ് എൻ്റെ കൈക്ക് കടിച്ചത്. ആ കടിയും കടിച്ച് എന്നെ നല്ലോണം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഓടി വന്ന്. അപ്പോൾ ഞാൻ ഈ ചാക്കിൻ്റെ അടുത്ത് എത്തിയതാണ്. പിന്നെ അതിലപ്പുറം എനിക്ക് ഓടാൻ സ്ഥലം ഉണ്ടായിട്ടില്ല.
പിന്നെ നായി എന്നെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നെ എവിടെ കടിക്കുന്നുള്ള ഇതിലിങ്ങനെ ഇതാക്കുമ്പോൾ വിജിനേച്ചി അതിൻ്റെ പിറകു വശത്ത് പോയിട്ട് അതിൻ്റെ കഴുത്ത് പിടിച്ച് അതിനെ കഴുത്ത് ഇങ്ങനെ മുറുക്ക പിടിച്ച് വലിച്ചെറിയ ഉണ്ടായേ. അന്ന് വിജിനേച്ചി അന്നേരം അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ നായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഇതിലപ്പുറം പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ നായി മാത്രമാവും. അപ്പോൾ എന്നെ നായിക്ക് എന്ത് വേണേലും ചെയ്യാം. ഞാനിപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നല്ല അപകടം പറ്റി ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പേടിച്ചിട്ട് എന്നെ ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എനിക്ക്. വിജിനേച്ചി അന്നേരം അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റൂല. വേറൊരാളാണെങ്കിൽ ആദ്യം ചെയ്യുക, സ്വന്തം രക്ഷാർത്ഥം നോക്കിയിട്ട് ഇറങ്ങി ഓടുക ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങി ഓടുക ചെയ്യുക. ഓർ അത് ചെയ്യാണ്ട് ആ സമയത്ത് അവസരോചിതമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ട് ഇന്ന് ഒരു നാടിനെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക്. മൂന്നാളെ കടിച്ചതിന് പകരം ആ നായി ചിലപ്പോൾ ഒരുപാട് ആളെ പോയി കടിച്ചിട്ടുണ്ടാവും. വിജിനേച്ചി എറിഞ്ഞ ആ ഏറിൽ തന്നെ നായി പിന്നെ പകുതി മരിച്ചിന്. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ അതിനെ പിന്നെ കൊല്ലാൻ പറ്റി. അത് അന്നേരം തന്നെ ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കിന്. അപ്പം തന്നെ അത് ചാവാനായിട്ടുണ്ടേനു. അപ്പം തന്നെ പിന്നെ ആള് വന്ന് അടിച്ചു കൊല്ലുക ചെയ്തത്. വിജിനയുടെ ഏറിൽ റോഡിലേക്ക് വീണ നായിയെ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു. ഭീകരമായ ഒരു സാഹചര്യത്തിൽ വിജിന കാണിച്ച ധീരതയെ നാട്ടുകാർ അഭിനന്ദിക്കുകയാണ്. തെരുവ് നായിനെ കൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കര ശല്യമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകുകയും വണ്ടീൻ്റെ പുറകെ എല്ലാം ഓടിയിട്ട് എപ്പോഴും പ്രശ്നമാണ്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മുനിസിപ്പാലിറ്റി ആൾ നടപടി എടുക്കണം. പേടിച്ചിട്ട് കുട്ടികൾക്കും ആൾക്കാർക്കും വഴി പോകാൻ വരെ പറ്റാത്ത അവസ്ഥ കുറേ കാലമായിട്ടുണ്ട്. ഇന്നലത്തെ സംഭവം പൂക്കോട് അവൾ ആശാ വർക്കറാണ്. പൂക്കോട് നിന്ന് നായി കുറേ ആളെ പുറകെ ഓടുകയും കടിക്കുകയും ചെയ്ത സമയത്ത് ഇവളെ വിളിച്ചു പറഞ്ഞ് 2 ആൾ. അപ്പോൾ ഇവൾ ആശാ വർക്കറായതുകൊണ്ട് എല്ലാവരോടും പറയാൻ വരുന്നതാണ്. വീഡിയോ ആഡിയെല്ലാം പറയാൻ വരുമ്പോഴത്തേക്ക് ഇവളെ മുമ്പിൽ നായി എത്തിന്. നായി ഇപ്പാട് റേഷൻ പീടികേൻ്റെ ഉള്ളിൽ കയറി. ഇവളുള്ളതുകൊണ്ട് ഇവളെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഇവളപ്പാടും അവളെ ധൈര്യം കൊണ്ടെടുത്ത് ചാടിയതുകൊണ്ട്, ഇല്ലെങ്കിൽ ഇവളെ ആകെ ഇതാക്കുമായിരുന്നു നായി ഇന്നലെ. ചാലക്കര വയലിൽ ഫ്ളാറ്റിന് സമീപം റോഡിൽ വൈദ്യുതി ലൈനിൽ തണൽമരം കടപുഴകി വീണു. വീടിന്റെ മുൻവശത്ത് നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കാറിന്റെ പിൻവശത്തെ ഗ്ലാസും ബോണറ്റും തകർന്നു. ഹെവൻ നിവാസിൽ സി തിലകരാജിന്റെ കാറിനാണ് കേടുപാട് സംഭവിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:45 സംഭവം. ചാലക്കര വയലിൽ ഫ്ളാറ്റിന് സമീപം റോഡിൽ വൈദ്യുതി ലൈനിൽ തണൽമരം കടപുഴകി വീണു. വീടിന്റെ മുൻവശത്ത് നിർത്തിയിട്ട കാറിന് മുകളിൽ മരം വീണ് കാറിന്റെ പിൻവശത്തെ ഗ്ലാസും ബോണറ്റും തകർന്നു. ഹെവൻ നിവാസിൽ സി തിലകരാജിന്റെ കാറിനാണ് കേടുപാട് സംഭവിച്ചത്. ചൊവ്വാഴ്ച രാത്രി 8:45 സംഭവം. വൈദ്യുതി ലൈനിൽ വീണ് ചാലക്കര വയൽഭാഗത്ത് തകരാറിലായ വൈദ്യുതി ബന്ധം ഉടൻ പുനഃസ്ഥാപിച്ചു. മാഹി CIPA അനിൽകുമാർ, പള്ളൂർ പോലീസ് ഫയർ ഓഫീസർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മാഹി അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥരും എത്തിയാണ് മറിഞ്ഞു വീണ മരം വെട്ടിമാറ്റിയത്. RSSനാൽ നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണ പൊതുസമ്മേളനം കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം കൂത്തുപറമ്പിൽ ആചരിച്ചു. കൂത്തുപറമ്പിൽ അനുസ്മരണ പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടന്നു. കൂത്തുപറമ്പിൻ പോരാളികളെ ജീവിതരക്തം
ഓരോ അടിയും മുന്നോട്ട്, മുന്നോട്ട്, ഓരോ അടിയും മുന്നോട്ട്, ഓരോ അടിയും മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. ആരെന്ന് പറയുന്നറിയാമോ? നിരവധി പോരാട്ടത്തിൽ ഉറച്ചാലുകൾ നീന്തി കടന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണ പൊതുസമ്മേളനം ടൗൺ സ്ക്വയറിൽ ഉദ്ഘാടനം ചെയ്തു. RSSനാൽ നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്ത്യയെ ദുരന്തങ്ങളിലേക്ക് തള്ളിവിടുകയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ A. വിജയരാഘവൻ കുറ്റപ്പെടുത്തി. വിദ്വേഷ രാഷ്ട്രീയം സ്വീകരിക്കുകയും അവ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന RSS ഉന്നയിക്കുന്ന ഓരോ ആവശ്യങ്ങളും മതന്യൂനപക്ഷങ്ങളുടെ അവകാശ ലംഘനങ്ങളായി മാറുകയാണെന്നും വിജയരാഘവൻ പറഞ്ഞു. നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വരുമാനം കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. വരവ് ചെലവുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കുന്നുണ്ട്. എന്നാൽ RSSന് അതിന്റെ വരവും ചെലവും ആരെയും അറിയിക്കുന്നില്ല. അതിലൂടെ സ്വഭാവം ഒരു ജനാധിപത്യമില്ല. ഒരു സംഘം ആളുകൾ അവരുടെ അധിഷ്ഠിത മൂല്യബോധത്തെ 140 കോടി ജനങ്ങളുടെ ജീവിതവുമായി കണ്ണിച്ചേർത്ത് പ്രയോഗത്തിലേക്ക് അത്യപകരമായ അവസ്ഥയിലേക്ക് നാടുകയാണ്. അവിടെ ജനാധിപത്യ കാലത്തുകയാണ്. അവിടെ ഭരണഘടനയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. ലോകത്തെവിടെയും ഭരണ പ്രതിഭാസമില്ല. നിർഭാഗ്യകരമായ അവസ്ഥ അത്തരമൊരു ഭരണത്തിന് നമ്മളെല്ലാം വിധേയമായിരിക്കുന്നത്. ആ ഭരണത്തിന്റെ ഓരോ ചൂടും അത്യന്തം ജനവിരുദ്ധമായ രീതിയിലേക്ക് പോവുകയാണ്. പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ K. ധനഞ്ജയൻ അധ്യക്ഷനായി. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. ജയരാജൻ, വത്സൻ ബനോളി, CPM കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി M. സുകുമാരൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. സുരേന്ദ്രൻ, DYFI ജില്ലാ സെക്രട്ടറി സരിൻ ശശി, പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ, DYFI ബ്ലോക്ക് സെക്രട്ടറി V. ഷിജിത്ത്, പ്രസിഡന്റ് T. മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു. രക്തസാക്ഷി KV റോഷന്റെ മാതാവ് K. നാരായണി, രക്തസാക്ഷി ധീരജ് രാജേന്ദ്രന്റെ പിതാവ് രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൂത്തുപറമ്പ് രക്തസാക്ഷി C. ബാബുവിനെ അനുസ്മരിച്ച് ജന്മനാട്. രക്തസാക്ഷി കുടീരത്തിൽ പുഷ്പാർച്ചനയും നായനാർ റോഡ് കേന്ദ്രീകരിച്ച് പ്രകടനവും വളണ്ടിയർ മാർച്ചും നടന്നു. കുണ്ടുചിറയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുണ്ടുചിറയിൽ നടന്ന അനുസ്മരണ പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI
സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് രക്തസാക്ഷികൾ സിന്ദാബാദ് ആളുകളും ഇവിടെ ഒരുക്കിയിട്ടുള്ള കസേരയിൽ കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അനുസ്മരണ പൊതുയോഗത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുള്ള കസേരയിൽ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പുഷ്പാർച്ചനയിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളും ഇവിടെ അനുസ്മരണ പൊതുയോഗത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ള കസേരയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരംഭിക്കാൻ തീരുമാനിച്ച കോളേജ് അത് സ്വകാര്യ ട്രസ്റ്റിന്റെ കീഴിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചത്. ഇതാണ് അതിനെതിരായ പ്രതിഷേധം കനക്കാൻ ഇടയാക്കിയത്. പരിയാരത്തെ കോളേജ് ഒരു കാരണവശാലും സ്വകാര്യ ട്രസ്റ്റിന് തീരെഴുതാൻ പാടില്ല എന്ന് യുവജന വിദ്യാർത്ഥി സംഘടന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അത് ചെവികൊള്ളാൻ അന്ന് സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടിയായിരുന്നു. അന്ന് യുവജന വിദ്യാർത്ഥി പ്രവർത്തകർ സഹകരണ മന്ത്രിയായിരുന്നു MP രാഘവൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചു. ആ പ്രതിഷേധ പ്രകടനത്തിനെതിരായിട്ടാണ് അവിടെ പോലീസ് അന്യായമായി വെടിയുതിർത്തത്. ഇന്ന് കുത്തുപറമ്പ് കേരളത്തിൽ മാത്രമല്ല ആഗോളവൽക്കരണ സ്വകാര്യവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കുന്ന എല്ലാ ഇടങ്ങളിലും ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ അതിജീവനത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. 1990 നമുക്ക് എല്ലാവർക്കും അറിയാം, സോവിയറ്റ് യൂണിയൻ തകർന്ന ഒരു സാഹചര്യമായിരുന്നു. അന്ന് സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും മാത്രമല്ല പൊതുമേഖലയ്ക്കും ഒരു പ്രാധാന്യവുമില്ല, എല്ലാം സ്വകാര്യവൽക്കരിക്കണം എന്ന ഒരു വാദഗതി ലോകത്താകെ ശക്തി പ്രാപിച്ച ഒരു ഘട്ടമായിരുന്നു. അതിനെ ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് 91 അധികാരത്തിൽ വന്ന നരസിംഹറാവു ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന്റെ നയങ്ങളിൽ കാതലായ മാറ്റം വരുത്തി പൊതുമേഖലയിൽ ഊന്നൽ കൊടുക്കുന്ന നയങ്ങളിൽ നിന്ന് പടിപടിയായി പിന്മാറാൻ തീരുമാനിച്ചത്. അങ്ങനെ രാജ്യത്തിന്റെ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. കേരളം നമ്മുടെ രാജ്യത്തിന്റെ സേവന മേഖലകളും സ്വകാര്യ മേഖല കൈമാറണം എന്ന തീരുമാനമുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ UDF സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വാണിജ്യവൽക്കരണ നയം അടിച്ചേൽപ്പിക്കാൻ തീരുമാനിച്ചത്. അതിനെതിരായിട്ടായിരുന്നു അന്ന് ഉയർന്നു വന്ന ശക്തമായ വിദ്യാർത്ഥി പോരാട്ടം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്ത് എവിടെയെല്ലാം ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നുവോ അവിടെയെല്ലാം അതിനെതിരായ ചെറുത്തുനിൽപ്പും ഉയർന്നു വരികയാണ്. AK ഷിജു അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജൻ, P സനീഷ് എന്നിവർ സംസാരിച്ചു. M നിതിൻ സ്വാഗതം പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് ക്രോസ് കൺട്രി മത്സരം നടന്നു. നാടകവും അരങ്ങേറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം.
ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. കൂത്തുപറമ്പ് രക്തസാക്ഷി KK രാജീവൻ ദിനം പാനൂരിൽ ആചരിച്ചു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തെക്കേ പാനൂർ രാജുമാസ്റ്റർ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് യുവജന പ്രകടനവും നടന്നു. ബസ് സ്റ്റാൻഡിൽ അനുസ്മരണ സമ്മേളനം DYFI മുൻ സംസ്ഥാന ട്രഷറർ SK സജീഷ് ഉദ്ഘാടനം ചെയ്തു. കൂത്തുപറമ്പ് വെടിവെപ്പിലെ രക്തസാക്ഷി പാനൂരിലെ KK രാജീവൻ ദിനാചരണം പാനൂരിൽ സംഘടിപ്പിച്ചു. തെക്കേ പാനൂർ രാജുമാസ്റ്റർ സ്മാരക മന്ദിരം കേന്ദ്രീകരിച്ച് യുവജന പ്രകടനവും നടന്നു. നിരവധി യുവതീ യുവാക്കൾ പ്രകടനത്തിൽ അണിചേർന്നു. ബസ് സ്റ്റാൻഡിൽ അനുസ്മരണ സമ്മേളനം നടന്നു. DYFI മുൻ സംസ്ഥാന ട്രഷറർ SK സജീഷ് ഉദ്ഘാടനം ചെയ്തു. ശക്തമായ പ്രതിഷേധമായിരുന്നു. കരിക്കൊടി ഉയർത്തിക്കൊണ്ട് ഈ നയത്തിനെതിരായിട്ടുള്ള യുവത്വത്തിന്റെ പ്രതിഷേധമാണ് കൂത്തുപറമ്പിന്റെ തെരുവിൽ അലയടിച്ചത്. ആ കരിക്കൊടി പ്രതിഷേധത്തെ പോലും സഹിഷ്ണുതയോടുകൂടി കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കോൺഗ്രസിന് കഴിയില്ല എന്ന് നമുക്കറിയാം. നമ്മളെ നിൽക്കുന്ന പാനൂരിന്റെ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്.
മൊയാരത്ത് രക്തസാക്ഷിയായ മണ്ണാണിത്. മൊയാരത്തിന്റെ മണ്ണ് കൂടിയാണ് പാനൂരിന്റെ മണ്ണ് എന്ന് പറയുന്നത്. മൊയാരത്തിന്റെ പ്രത്യേകത എന്ത് എന്ന് ഈ നാട്ടിലുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ ആളാണ് മൊയാരത്ത്. ആ മൊയാരത്തിനെ കൊന്നുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രം ആരംഭിക്കുന്നതും എന്നും നമുക്കറിയാം. അത്തരത്തിലുള്ള കോൺഗ്രസ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുമ്പോൾ സഹിഷ്ണുത എന്നത് പ്രതീക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സ്വാഗതം പറഞ്ഞു. കെ ഷിനൻഡു, KP വിവേക്, രശ്മി കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ നഗരസഭ LDF പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. 10 വർഷമായി പാനൂർ നഗരസഭയിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താനും പാനൂരിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനും നഗരസഭയിലെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 വർഷമായ പാനൂർ നഗരസഭയിലെ വികസന മുരടിപ്പിന് അറുതി വരുത്താനും പാനൂരിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താനും നഗരസഭയിലെ മുഴുവൻ LDF സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി നേതാക്കൾ പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതോടനുബന്ധിച്ച് LDF പാനൂർ നഗരസഭ പ്രകടന പത്രികയുടെ പ്രകാശനവും നടന്നു. CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുല്ലയുടെ നേതൃത്വത്തിൽ LDF നേതാക്കളാണ് പ്രകടന പത്രിക പാനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പ്രകാശിപ്പിച്ചത്. നഗരസഭാ ഭരണം ജനസൗഹൃദമാക്കും, കാർഷിക വളർച്ചയിലൂടെ തൊഴിലും ഭക്ഷ്യസുരക്ഷയും ഉറപ്പുവരുത്തും, പാനൂർ ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ആർട്ട് മാർക്കറ്റ് യാഥാർത്ഥ്യമാക്കും, ആധുനിക സൗകര്യത്തിലുള്ള താലൂക്ക് ആശുപത്രി നിർമ്മിക്കാനുള്ള ഇടപെടലുകൾ നടത്തും, തൊഴിലുറപ്പ് പദ്ധതി കാര്യക്ഷമമാക്കും, നഗരസഭ ഗ്രാമീണ റോഡുകളുടെ നവീകരണം നടത്തും തുടങ്ങിയ നിരവധി ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ പ്രകടന പത്രികയാണ് ജനസമക്ഷം സമർപ്പിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPM പാനൂർ ഏരിയ സെക്രട്ടറി K കുഞ്ഞബ്ദുല്ല, LDF നേതാക്കളായ VP പ്രേമകൃഷ്ണൻ, KK ബാലൻ, PK രാജൻ, KP യൂസഫ്, KP ശിവപ്രസാദ്, സുരേഷ് കാരോളിൽ എന്നിവർ പങ്കെടുത്തു. മാറ്റം വേണം പാനൂരിനും എന്ന സന്ദേശമുയർത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. നമുക്കറിയാം, 10 വർഷങ്ങൾക്ക് മുമ്പാണ് 2015 പാനൂർ നഗരസഭ രൂപീകരിക്കുന്നത്. അന്ന് പാനൂരിൻ്റെ സമഗ്രമായ വികസനത്തിന് നഗരസഭ രൂപവൽക്കരിക്കുന്നതാണ് ഗുണം ചെയ്യുക എന്ന പ്രചാരണത്തോടു കൂടിയാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലെ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ പാനൂർ, പെരിങ്ങളം, കരിയാട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് തികച്ചും അശാസ്ത്രീയമായ നിലയിലുള്ള ഈ നഗരസഭയ്ക്ക് രൂപം കൊടുത്തത്. ആ നഗരസഭ ഭരണം 10 വർഷക്കാലം UDFൻ്റെ നിയന്ത്രണത്തിൽ വന്നതിന് ശേഷം അതിന് ആസ്ഥാന മന്ദിരം പോലും നിർമ്മിക്കുന്നതിന് വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. പാനൂർ ഗുരുസന്നിധിയിൽ ധ്വജസ്തംഭ സമർപ്പണം നടന്നു. രാജീവ് ശാന്തിയുടെയും വാസൻ ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കാളികളായി. പാനൂർ ഗുരുസന്നിധിയുടെ 44ാം വാർഷിക മഹോത്സവത്തിന് പ്രൗഢമായ തുടക്കം. മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ധ്വജസ്തംഭം, ദീപസ്തംഭം സമർപ്പണം നടന്നു. ഗുരുസന്നിധി തന്ത്രി പറവൂർ രാകേഷ് തന്ത്രിയുടെ ശിഷ്യൻ രാജീവ് ശാന്തിയുടെയും ഗുരുസന്നിധി മേൽശാന്തി വാസൻ ശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ധ്വജസ്തംഭ സമർപ്പണം നടന്നത്. പാനൂരിലും ചെറുവാഞ്ചേരിയിലും പ്രവർത്തിക്കുന്ന അഞ്ജലി കലാക്ഷേത്രയുടെ തായമ്പകയും അകമ്പടിയായി നടന്നു.
പൂജാദ്രവ്യങ്ങളുടെയും സമൂഹസദ്യയുടെയും വിഭവങ്ങളുടെയും സമർപ്പണവും ഇതോടൊപ്പം നടന്നു. സ്വാമി പ്രേമാനന്ദ സ്വാമികളും ധ്വജസ്തംഭ സമർപ്പണത്തിൽ പങ്കാളിയായി. 4 പതിറ്റാണ്ടായി പാനൂർ ഗുരുസന്നിധിയുടെ മേൽശാന്തിയായി പൂജാകർമ്മങ്ങൾ നടത്തുന്ന വാസൻ ശാന്തിയെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. ഗുരുസന്നിധി പ്രസിഡന്റ് ടി പ്രദീപൻ മാസ്റ്ററാണ് ആദര സമർപ്പണം നടത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 5-ന് ഘോഷയാത്ര നടക്കും. പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും മുത്തുക്കുട, താലപ്പൊലി, നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയിലാണ് ഗുരുസന്നിധിയിലേക്ക് ഘോഷയാത്ര നടക്കുക. തുടർന്ന് കൂത്തുപറമ്പ് ത്രയംബക വാദ്യസംഘത്തിൻ്റെ തായമ്പക നടക്കും. വൈകിട്ട് 6:15-ന് വിശേഷാൽ പൂജയും ദീപാരാധനയും ശേഷം കൊടിയേറ്റവും നടക്കും. തുടർന്ന് നൃത്തപരിപാടികളും അരങ്ങേറും. രാത്രി 7:15-ന് ശിവഗിരി മഠത്തിലെ ശ്രീമദ് ദിവ്യാനന്ദ ഗിരിസ്വാമികൾ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. സുവനീർ പ്രകാശനം ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുനം നിർവഹിക്കും. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ കെ പ്രകാശൻ മാസ്റ്റർ ഏറ്റുവാങ്ങും. ചിരിവിരുന്ന്, മ്യൂസിക്കൽ കോമഡി ഷോയും തുടർന്ന് അരങ്ങേറും. 27-ന് വൈകിട്ട് ദീപാരാധന, ഭഗവതി സേവ, ഭരതനാട്യം, സാംസ്കാരിക സമ്മേളനം തുടങ്ങിയവ നടക്കും. കാഞ്ഞിരപ്പള്ളി നിത്യനികേതനിലെ സ്വാമിനി നിത്യചിന്മയി മാതാജി പ്രഭാഷണം നടത്തും. രാത്രി 8-ന് നടക്കുന്ന ആദരായനം പരിപാടിയിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം പ്രശാന്ത് കുമാർ, കേരള PSC നടത്തിയ സയന്റിഫിക് ഓഫീസർ വിഭാഗം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ EK വൈദേഹി എന്നിവരെ ആദരിക്കും. രാത്രി 8:30-ന് പ്രാദേശിക കലാവിരുന്നും അരങ്ങേറും. നവംബർ 28-ന് നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് ധർമ്മവ്രതസ്വാമികൾ പ്രഭാഷണം നടത്തും. രാത്രി 8-ന് പാട്ടോട് പാട്ട് കലാപരിപാടിയും അരങ്ങേറും. തുടർന്ന് കൊടിയിറക്കം നടക്കും. നിരവധി ഭക്തജനങ്ങൾ ധ്വജസ്തംഭ സമർപ്പണത്തിൽ പങ്കാളികളായി. 6 കേരള ബറ്റാലിയൻ NCC തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററുമായി ചേർന്ന് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാമൂഹ്യാരോഗ്യത്തിനും മനുഷ്യസേവനത്തിനും ഊന്നൽ നൽകുന്ന പദ്ധതിയായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തലശ്ശേരി നഗരസഭ VR കൃഷ്ണയ്യർ സ്റ്റേഡിയത്തിലാണ് ക്യാമ്പ് നടന്നത്. കമാൻഡിംഗ് ഓഫീസർ കേണൽ വികാസ് ജെയിൻ ഉദ്ഘാടനം ചെയ്തു. സ്വമേധയാ രക്തദാനത്തിന്റെ പ്രാധാന്യം യുവാക്കളിൽ വളർത്തുന്നതിൽ ഇത്തരം ക്യാമ്പുകൾ വലിയ പങ്ക് വഹിക്കുന്നതായി കേണൽ വികാസ് ജെയിൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ സഞ്ജയ് പിള്ള ചടങ്ങിൽ സംബന്ധിച്ചു. റിട്ടയർഡ് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ PK സുരേഷ്, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അഞ്ജു കുറുപ്പ്, സുബേദാർ മേജർ എഡ്വിൻ ജോസ്, NCC ഓഫീസർമാരായ A സുസ്കി, ടോണി തോമസ്, VJ ബിനീത എന്നിവർ സംസാരിച്ചു. കേണൽ വികാസ് ജെയിൻ, കേണൽ സഞ്ജയ് പിള്ള എന്നിവരും രക്തദാനം നടത്തി. ഡീപോൾ കോളേജ് COET തലശ്ശേരി, ഡോൺ ബോസ്കോ കോളേജ് GBC തലശ്ശേരി എന്നിവയിലെ വിദ്യാർത്ഥികളും ഓഫീസർമാരും ബറ്റാലിയൻ സ്റ്റാഫും PI സ്റ്റാഫും NCC ഓഫീസർമാരും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിലെ മെഡിക്കൽ പരിശോധനയും രക്തശേഖരണവും മലബാർ ക്യാൻസർ സെന്ററിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നു. വലിയ പങ്കാളിത്തത്തിനിടയിൽ 32 യൂണിറ്റ് രക്തം ശേഖരിക്കുകയും അത് ആവശ്യമായ രോഗികൾക്ക് നൽകുകയും ചെയ്തു. തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന ക്യാമ്പ് NCCയുടെ മൂല്യങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും സമൂഹ സേവന രംഗത്ത് യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി.
സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ് കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പെരുന്താറ്റിൽ ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഡിസംബർ 1 മുതൽ 10 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടത്തുന്നു. ഡിസംബർ 1 വൈകിട്ട് കലവറ നിറക്കൽ ഘോഷയാത്രയോടെ യജ്ഞചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 വൈകിട്ട് കലവറ നിറക്കൽ ഘോഷയാത്രയോടെ യജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. പിന്നീട് ആചാര്യപര്യണം, സാംസ്കാരിക സമ്മേളനം, മഹാത്മ്യ പ്രഭാഷണം, തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും സമൂഹ പ്രാർത്ഥന, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, എല്ലാ ദിവസവും പ്രസാദ ഊട്ട്, അവസാന ദിനമായ ഡിസംബർ 10 ആറാട്ട്, എഴുന്നള്ളത്ത്, ദക്ഷിണ സമർപ്പണം തുടങ്ങിയ ചടങ്ങുകളും നടത്തും. മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള ശൈവ വൈഷ്ണവ ചൈതന്യം സമന്വയിച്ച് നിൽക്കുന്ന ശിവപുരോട്ട് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിൽ 2025 ഡിസംബർ 1 മുതൽ 10 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുകയാണ്. തൃപ്പൂണിത്തറയിലുള്ള ഇപ്പോൾ ചോറ്റാനിക്കര ദേവി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന യജ്ഞാചാര്യ ഭക്തപ്രിയ രമാദേവിയുടെ നേതൃത്വത്തിലാണ് നവാഹയജ്ഞം നടക്കാനിരിക്കുന്നത്. ക്ഷേത്ര സന്നിധിയിൽ ഇതുവരെ 4 ഭാഗവത സപ്താഹ യജ്ഞവും 1 ശിവപുരാണ യജ്ഞവും നടന്നു കഴിഞ്ഞു. ഇനി ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം 10 ദിവസങ്ങളിലായി നടക്കാനിരിക്കുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ദേവി ഭാഗവത നവാഹയജ്ഞം ക്ഷേത്ര സന്നിധിയിൽ നടക്കാനിരിക്കുന്നത്. കലാപ കലുഷിതമായ ഈ കലികാലത്ത് ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമാക്കുന്ന യജ്ഞവേദിയിൽ അമ്മ മഹാമായയുടെ മഹാത്മ്യം വർണ്ണിക്കപ്പെടുമ്പോൾ ശ്രോതാക്കളായി ദേവഗന്ധർവന്മാർ പോലും എത്തിച്ചേരും എന്നാണ് വിശ്വാസം. നവാഹ ദിവസങ്ങളിൽ വിശേഷ വഴിപാടുകൾ നടത്താനും സൗകര്യമൊരുക്കിയതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ MP അമർനാഥ്, MK ബാലകൃഷ്ണൻ, K ബാലകൃഷ്ണൻ, CKP ദേവദാസ്, BK അജിത്ത്, MP ഹരീന്ദ്രനാഥ്, K ബാബുരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാഘോഷം സമാപിച്ചു. പാട്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ ഉദ്ഘാടനം ചെയ്തു. നമ്മളിപ്പോൾ രാഷ്ട്രസഭയടക്കം ചിന്തിച്ചു തുടങ്ങി, എന്തുകൊണ്ട് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു, എന്തായിരിക്കും കാരണം. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു അസുഖം വന്നു, നമ്മൾ എന്ത് ചെയ്യും, ഡോക്ടറെ കാണിക്കും. നല്ല അസുഖം വന്നു, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ ഒരു 7 ദിവസത്തെ കോഴ്സാണ് ആന്റിബയോട്ടിക് മെഡിസിൻ കഴിക്കണമെന്ന് എഴുതി. പാത്തിപ്പാലം നുച്ചോളി അങ്കണവാടിയിൽ നടന്ന പരിപാടി ആയുഷ് കർമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രേയ ഉത്തമനും ഉദ്ഘാടനം ചെയ്തു. പാട്യം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ മെഡിക്കൽ ഓഫീസർ വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഞാൻ കഴിക്കൂ. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ കുടുംബാംഗങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ
നിർദ്ദേശിക്കുകയോ അവരുമായി പങ്കുവെക്കുകയോ ചെയ്യില്ല. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗത്തിനെതിരെ ജാഗ്രത പാലിക്കേണ്ടതിനെക്കുറിച്ച് നിരവധി ബോധവൽക്കരണ ക്ലാസുകൾ വാരാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. ഒയിസ്ക മിൽമ ടോപ്പ് ടീൻസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും കലോത്സവത്തിൽ വിജയികളായവർക്കുള്ള പുരസ്കാര വിതരണവും നടന്നു. പ്രധാനാധ്യാപിക സുസ്മിത അധ്യക്ഷത വഹിച്ചു. കക്കോത്ത് പ്രഭാകരൻ, കെ പി സജിത് കുമാർ, എം പി അതുൽ രാജ, സജിത രാജീവൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ചിറക്കര LIC ഓഫീസ് 2-ൽ ജീവനക്കാരും ഏജന്റുമാരും പ്രതിഷേധ പ്രകടനം നടത്തി. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പ്രതിഷേധം നടത്തിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന 4 ലേബർ കോഡുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് തലശ്ശേരി ചിറക്കര LIC ഓഫീസ് 2-ൽ ജീവനക്കാരും ഏജന്റുമാരും പ്രതിഷേധ പ്രകടനം നടത്തിയത്. M. അനിൽകുമാർ, അശോകൻ, PKC ചന്ദ്രൻ, ദിനേശൻ എന്നിവർ നേതൃത്വം നൽകി. പിണറായി വെസ്റ്റ് C. മാധവൻ സ്മാരക വായനശാലയുടെ വയോജനവേദിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനത്തിൽ ലോക കേരള സഭ അംഗവും ചെന്നൈ മലയാളി കുടുംബശ്രീ ഭാരവാഹിയുമായ രജനി മനോഹര മുഖ്യാതിഥിയായി എത്തി. പരിപാടിയുടെ ഭാഗമായി പിണറായി CHCയുടെ നേതൃത്വത്തിൽ സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനയും സംഘടിപ്പിച്ചു. ലോക കേരള സഭ അംഗവും ചെന്നൈ മലയാളി കുടുംബശ്രീ ഭാരവാഹിയുമായ രജനി മനോഹര മുഖ്യാതിഥിയായി. വയോജനവേദി അംഗമായ സതിയുടെ 68ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. പിണറായി CHCയുടെ നേതൃത്വത്തിൽ സൗജന്യ പ്രഷർ ഷുഗർ പരിശോധനയും നടത്തി. തുടർന്ന് വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V. പ്രദീപൻ, വയോജനവേദി ഭാരവാഹികളായ E. രാജൻ, EM. ശശികുമാർ, KV. മനോഹരൻ, V. മല്ലിക എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ സംഘർഷമുണ്ടാക്കാൻ രാഷ്ട്രീയ പിൻബലമുള്ള സാമൂഹ്യ വിരുദ്ധർ ബോധപൂർവമായ ശ്രമം നടത്തുകയാണെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. CCTV പരിശോധിച്ചാൽ BJP സ്ഥാനാർത്ഥികളുടെ പ്രചരണ ബോർഡുകൾ നശിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താനാകുമെന്നും വിനോദ് കുമാർ. ഭ്രാന്തൻ നായയെ പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തി പൂക്കോട് ടൗണിലെ റേഷൻ കട ജീവനക്കാരി. പൂക്കോട് K. ബിജിനെയാണ് മനോധൈര്യം കൊണ്ട് നായയെ കീഴ്പ്പെടുത്തിയത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.